നമ്മൾ ഓടി വരുവാൻ ഭക്ത ദൈവസേന പറഞ്ഞു നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ നിന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുക. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഹല്ലേലൂയ എന്റെ ആത്മാവ് കാക്ഷിക്കുക. കാരണം ഞാൻ അനുഭവിക്കുന്ന ആ ദൈവിക സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യത്തിൽ അനുഭവിക്കുന്ന ദൈവിക നന്മ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ന് കർത്താവിന്റെ മക്കളായി മാറിയോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ പകലെന്ന പോലെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നാം സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ശാപം ഒഴിഞ്ഞു മാറി, നമ്മുടെ പാപത്തിന്റെ ഭാരം നമ്മളെ വിട്ടുമാറി. അന്ന് മുതൽ നാം കർത്താവിൽ സ്വതന്ത്രരായി. അന്ന് മുതൽ നമ്മൾ അനുഭവിക്കുന്ന നന്മയുണ്ട്. അത് ആമേ സഹോദരൻ, ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയ ഒരു നന്മയുമല്ല, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ദൈവിക നന്മയാണ്. നമ്മൾ കർത്താവിൽ സ്വതന്ത്രരായി. നമ്മുടെ ശരീരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു, നമ്മുടെ ആത്മതലത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടിമാറി, നമ്മുടെ മനസ്സിന്റെ ബന്ധനങ്ങൾ പൊട്ടിമാറി. നമ്മളെല്ലാത്തിലും നമ്മൾ കർത്താവിൽ ആമേ സ്വതന്ത്രരായി മാറുന്നു. അങ്ങനെ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ആമേ സ്വതന്ത്രം നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ ഒന്നേയുള്ളൂ. കർത്താവേ, അവൻ ഇതുവരെ ഞാൻ എത്തിയത് എന്റെ ദൈവത്തിന്റെ നന്മ മാത്രമാണ്. ഹല്ലേലൂയ. ഇതുവരെ എന്നെ കൊണ്ട് എത്തിച്ചത് ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. ദൈവം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു, അവരും ചെയ്തു എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു തലം ഒരു ദൈവത്തിന്റെ ജീവിതത്തിലില്ല. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ദൈവം ചെയ്തത് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സ്തുതി നമ്മുടെ കർത്താവിന് പറയുന്നത്, എല്ലാ മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. കാരണം ദൈവം ഒഴികെ നമുക്ക് ഒരു നന്മയുമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുന്നതും നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക, നമ്മുടെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുക എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് തരുന്ന സാഹചര്യങ്ങളെല്ലാം അവന് തക്ക മഹത്വം കൊടുക്കാൻ നാം എപ്പോഴും ദൈവസന്നിധിയിൽ യോഗ്യരായിരിക്കണം. ഹല്ലേലൂയ. കാരണം നാളെയുടെ നാളെയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധി പറയാൻ കഴിയണം, കർത്താവേ, ആ മേസൂത്രം ദൈവം എനിക്ക് തന്നതായിരിക്കുന്ന ഒരു മണിക്കൂറും ഒരു ദിവസവും ഒരു മേഖലയിൽ ഞാനത് പാഴാക്കി കളഞ്ഞില്ല. അതാണ് നാളെ നമ്മുടെ പ്രതിഫലത്തിന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നാളെ പ്രാപിക്കാൻ പോകുന്ന നന്മയുടെ സ്വന്തം ആഴമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ചിലർ തിരിഞ്ഞു നോക്കുമ്പോൾ നിത്യ ലജ്ജയ്ക്കായിട്ട് അവർ മാറുന്ന അനുഭവം, ചിലർ തിരിഞ്ഞു നോക്കുമ്പോൾ നിത്യ നന്മയിലേക്ക് ഹല്ലേലൂയ മാറുന്ന അനുഭവം സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുപോലെ കാലം കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെല്ലാം നമുക്ക് ഓർത്ത് നമ്മുടെ കർത്താവ് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഓരോ ദിവസം നമ്മൾ സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക, പ്രത്യാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം നമ്മൾ തള്ളി നീക്കുമ്പോൾ മനുഷ്യൻ പറയും, കർത്താവ്, നാളെ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഹല്ലേലൂയ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയുന്നത് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിയുന്നതും ശ്രേഷ്ഠമാണ്, ഇവിടെ ഇരിക്കുന്നതും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. യേശുവിനെ നിങ്ങൾ ആരും ചിന്തിക്കുന്നുണ്ടോ, കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവ് എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ? ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടോ? ഒരു കാര്യം ഉറപ്പാണ്, ദൈവസന്നിധി നമുക്ക് ദുഃഖിക്കാൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ദുഃഖിക്കുന്നതിന്റെ കാരണം ദൈവം ചെയ്ത് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട്, തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, ആ പരിജ്ഞാനം നമുക്ക് ഇല്ലാതെ വരുന്നതുകൊണ്ട്. അങ്ങനെ ഇതുപോലെ കാലം ആ തിരിച്ചറിവോടെ നമ്മുടെ കർത്താവ് നമുക്ക് നന്ദി പറയാം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആമേൻ അറിഞ്ഞാലും ഇതുപോലെ കാലം കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ ദൈവസന്നിധി വിളിച്ചു പറ, കർത്താവേ, ഞാനിവിടെ എന്റെ കുടുംബം ഇവിടം വരെ എത്തിയത്, ഞാനിവിടെ വരെ എത്തിയത് ഹല്ലേലൂയ സ്വന്തം ദൈവത്തിന്റെ കരമെന്ന് പിടിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവമാണ് എന്നെ നടത്തിയത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ നമുക്ക് ഒരിക്കലും ഭാരപ്പെടേണ്ട. കാരണം എന്താ? ഈ പ്രതിസന്ധിയിൽ ഈ കൊണ്ടുവന്ന ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ഈ പ്രതിസന്ധിയിൽ ഈ ദൈവം എന്നെ അപ്പുറത്തേക്ക് എത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവം നമുക്ക് ഒരുമിച്ച് തിരിച്ചറിയുമോ പറഞ്ഞ മനസ്സോടെ ദൈവം നമുക്ക് ചെയ്തെല്ലാം നന്മകളെ ഓർത്തുകൊണ്ട് പാടുന്ന നമുക്ക് ധ്യാനിച്ചു പാടി ദൈവകരങ്ങളിൽ നമ്മളതിനെ സമർപ്പിച്ച് നമ്മുടെ കർത്താവിന് വീണ്ടും നമുക്ക് നന്ദി പറയാം. Ni
അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ ശാന്തമായി നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കുക. അമ്മേ, നമ്മൾ ദൈവത്തോടെ പറഞ്ഞ കർത്താവെ, ഞാനിവിടെ വരെ എത്തിയത് എന്റെ കഴിവല്ല, അമ്മയെ സ്തോത്രം, എന്റെ മിടുക്കൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദയയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയിൽ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ
നമുക്ക് ഇപ്പോൾ ആരാധനയിൽ വിളിച്ചു പറയാൻ കഴിയും, ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്. ഇവിടെ ദാവീദ് പറഞ്ഞ ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ ഇന്ന് മാറിപ്പോകുന്ന ദൈവമല്ല, അവൻ നാളെ മാറിപ്പോകുന്ന ദൈവമല്ല. അവയെ സ്വതന്ത്രം ചെയ്യുന്നു. കാരണം നമ്മൾ ആ ദൈവത്തിന്റെ പദ്ധതികൾ തന്നിരിക്കുന്ന ആ ദൈവം തുടങ്ങിയത് ഒരു ദൈവിക പദ്ധതിയിലാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവം പൂർത്തീകരിക്കുന്നതായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നെ പറയാൻ കഴിയും, കർത്താവ് ഇതുവരെ എന്നെ കൊണ്ടുവന്ന ദൈവമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാണെങ്കിൽ, അത് ദൈവത്തോട് ആത്മാർത്ഥമായിട്ടാണ് പറയണമെങ്കിൽ, എന്റെ മുമ്പിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഈ കർത്താവിന്റെ കരം നമുക്ക് വഴിയായി വെളിപ്പെടും, നന്മയായി വെളിപ്പെടും, അസാധ്യങ്ങൾ സാധ്യമായി വെളിപ്പെടുവാനായി അവൻ തിരുവനം പറയുന്നു. അവയെ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തിന്റെ മഹത്വം കാണുള്ളൂ. ജനം മരുഭൂമിയിൽ പട്ടുപോകാനുള്ള കാരണം അവർ ദൈവത്തെ അവിശ്വസിക്കുവാനിടയായിട്ടുണ്ട്. സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ അവർ ദൈവത്തെ അവിശ്വസിക്കുവാനിടയായിട്ടുണ്ട്. ഒരു ദിവസം അവിശ്വസിച്ചെന്ന് പറഞ്ഞ് ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. 2 ദിവസം അവിശ്വസിച്ചവർ തള്ളിക്കളഞ്ഞില്ല. മാക്സിമം ദൈവത്തിന്റെ ദയ അവരെ ചുറ്റുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ കരുണ അവരെ ചുറ്റുവാനിടയായി തീർന്നു. എങ്കിലും അതിനപ്പുറത്തേക്ക് അവരുടെ സ്തോത്രം ചെയ്യുന്നു. അവിശ്വാസം ഉയർന്നു വന്നപ്പോൾ അതിൽ പറയുന്നു, ജനം മരുഭൂമിയിൽ പട്ടുപോകാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ നാം ദൈവത്തോട് വിളിച്ചു പറയണം, വിശ്വാസത്തിലേക്ക് പറയണം, കർത്താവേ ഈ പ്രതിസന്ധിയിൽ പലപ്പോഴും എന്റെ നാവിൽ അവിശ്വാസത്തിന്റെ വാക്കാ വരുന്നു. അവിശ്വാസത്തിന്റെ വാക്കാ വരുന്ന കർത്താവ് എന്നാൽ എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ എന്നെ സഹായിക്കണം. അവിടുത്തെ ആത്മാവിന് തുണ നൽകണം. ഹല്ലേലൂയ. സ്വന്തം ചെയ്യും. നമുക്കറിയാം, ഒരു വിശ്വാസിയുടെ മുമ്പിൽ ഒരു വിശ്വാസി അവിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ യഥാർത്ഥ ഒരു വിശ്വസിക്കും വേദന ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ നാം അവിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ദൈവത്തിന് എത്ര വിഷമം ഉണ്ടാകും. കാരണം സ്വന്തം നമ്മുടെ ആരുടെയും ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടമാ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ദൈവം പറയുന്ന ഒറ്റ കാര്യം, ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കണം. എന്തിന്റെ നടുവിൽ വിശ്വസിക്കണം? ഇല്ലാത്തടത്ത് വിശ്വസിക്കണം. മരിച്ചു കിടക്കുന്നിടത്ത് വിശ്വസിക്കണം. അതുകൊണ്ട് ആ തിരുവനം പറഞ്ഞ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. എന്താ അബ്രഹാമിന്റെ വിശ്വാസം? അബ്രഹാം പറഞ്ഞു, ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നുണ്ട് ദൈവം. അങ്ങനെ ഇല്ലാത്തടത്ത് ദൈവത്തിനെ കൊണ്ടുവന്നറിയാമോ? ദൈവം നമ്മുടെ വായിൽ നിന്ന് എന്താ നാം പറയണമെന്ന് കേൾക്കണം. അത് കേട്ടിട്ടാ ദൈവത്തിന് പ്രവർത്തിക്കേണ്ടത്. ഈ ആരാധനയെല്ലാം നമ്മളത് വിളിച്ചു പറയുന്നത്, ദൈവ ശബ്ദത്തിന് മുമ്പിലാണ് നാം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ നാം ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ഒരു ദൈവം സാധ്യതയിലൂടെയല്ല കടത്തിവിടുന്നത്, അസാധ്യതയിലൂടെ കടത്തിവിടുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടെയാണ് നമ്മുടെ വിശ്വാസം ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് നിന്റെ നാവിൽ വരുന്ന വാക്കിനെ ദൈവം നോക്കുന്നത്. ഈ ലോകക്കാരൻ സാധ്യത നിന്നുകൊണ്ടാണ് അവർ വിളിച്ചു പറയുന്നത്. എന്നാൽ ഒരു ദൈവത്തിന്റെ പ്രത്യേകത എന്താ? അവർ അസാധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ചിലത് വിളിച്ചത്. അതാണ് ലോകം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇതുപോലെ കാലം നമുക്ക് അവന്റെ സന്നിധിയിൽ വിളിച്ചു പറയാം. ശിഷ്യന്മാരുടെ വിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് അവരുടെ അടുക്കൽ വരുമ്പോ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ് സ്തോത്രം, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? എന്റെ വിശ്വാസം നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ വിശ്വാസമുള്ളവരാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങളെ നമ്മളെ തിരിച്ചറിയിക്കുന്നത് നമ്മൾ വിശ്വാസമുള്ളവരാണോ? നാം പറയുന്ന വിശ്വാസമുള്ളവരാണോ നമ്മൾ? അതുകൊണ്ട് തിരുവനം പറയുന്നു, നമുക്കെല്ലാം വിശ്വാസത്തിന്റെ പരിശോധനകളുണ്ട്. പക്ഷെ ഈ പരിശോധനയുടെ നടുവിൽ നിങ്ങളെ ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളെ നന്നായി കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ചലനം അറിയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതുവരെ ഞാൻ എത്തിയത് ഹല്ലേലൂയ എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദയയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. നമ്മളായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ നാമം നമ്മളുടെ മഹത്വപ്പെടും. ഒരു വാക്തത്വം ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യാൻ വിശ്വസനാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവസന്നിധി നമ്മളെ തന്നെ വിശ്വാസത്തോടെ സമർപ്പിക്കുക. ഒരുമിച്ച് ദൈവത്തിന് സമർപ്പണം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. തുടർന്നുള്ള